നമ്മുടെ ഐഫോൺ ഉപയോഗിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ആപ്പ് സീരീസ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഐഫോണിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട ഫ്രീ ആയിട്ടുള്ള 5 ആപ്ലിക്കേഷൻ. ഒന്നാമത്തത് നമുക്ക് എയർ ഡ്രോയിഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഐഫോൺ യൂസേഴ്സിൻ്റെയും ഒരു പ്രശ്നമാണ്. ഐഫോൺ ടു ഐഫോൺ എയർ ഡ്രോപ്പ് ചെയ്ത് നമുക്ക് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, എന്നാൽ ഐഫോൺ ടു ആൻഡ്രോയിഡ് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതിനായിട്ട് എയർ ഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതായത് പണ്ടത്തെ എക്സെൻറ്റർ പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, എന്നാൽ ഒരു ബെറ്റർ വേർഷൻ. എയർ ഡ്രോയിഡ് നിങ്ങളുടെ ഐഫോണിൽ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഏതൊരു ഫോണിലേക്കാണോ നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്, അതൊരു ആൻഡ്രോയിഡ് ഫോൺ ആവട്ടെ, അതിൽ എയർ ഡ്രോയിഡ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക. രണ്ടിലും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വേണ്ട പെർമിഷൻസ് എല്ലാം കൊടുക്കുക. എന്നിട്ട് 2 ഫോണിലും ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുന്ന സമയത്ത് 2-3 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് നിയർ ബൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് മേളിൽ കാണാൻ പറ്റും. ആ നിയർ ബൈ 2 സെലക്ട് ചെയ്യുമ്പോൾ സെയിം വൈഫൈയിലാണ് 2 ഫോണും കണക്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഐഫോണിനെ ആൻഡ്രോയിഡ് ഫോണിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണിൽ ഐഫോൺ ഡിറ്റക്റ്റ് ആയി കാണിക്കും. അതിൽ 2ലും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് പെയർ ആയി കഴിഞ്ഞാൽ ഒരു ചാറ്റ് ബോക്സ് പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഒരു ചാറ്റ് ഓപ്പൺ ആവും. ആ ഒരു ചാറ്റിലേക്ക് നിങ്ങൾക്ക് ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിൽ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കൺ കാണും. അത് സെലക്ട് ചെയ്ത് ആവശ്യമുള്ള ഫോട്ടോസ് അയച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫയൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫയൽ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു പിന്നിൻ്റെ സിമ്പിൾ കാണും. ആ സിമ്പിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതൊക്കെ ഫയൽസ് വേണം, ഓഡിയോ ആവട്ടെ, വീഡിയോ ആവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫയൽ ആവട്ടെ, ഏതെങ്കിലും ഒരു APK ആവട്ടെ, ഡോക്യുമെൻ്റ് ആവട്ടെ, എന്ത് നിങ്ങൾക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും. ബട്ട് ഒരു ഡൗൺ സൈഡ് ഉള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലുള്ള വൈഫൈയുടെ സ്പീഡ് പോലെ ഇരിക്കും നിങ്ങൾ ഇതിനകത്ത് അയക്കുന്ന ഫയൽസിൻ്റെ സ്പീഡ്. ബട്ട് ക്വാളിറ്റി പോവാതെ ഈസി ആയിട്ട് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വേ ആണ്. ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഐഫോൺസിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ ഭയങ്കര കിടിലൻ പെർഫോമൻസ് ആണ്. നിങ്ങൾക്കറിയാം, എൻ്റെ കയ്യിൽ ഇപ്പോഴും ഒരു iPhone 5s ഉണ്ട്. ഇതാണ് ആ ഫോൺ. 7 വർഷം പഴക്കമുള്ളതാണ്. ആൻഡ് ഒരു സെൽഫി എടുത്തു. ഈ ഒരു ഫോണിൻ്റെ അകത്ത് ഏറ്റവും വലിയ കുറവ് എന്താണെന്ന് അറിയാമോ? ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് മാനുവൽ ക്യാമറ ഉണ്ട്, എന്നാൽ ഐഫോണിൻ്റെ അകത്ത് മാനുവൽ ക്യാമറ എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. ആൻഡ് ഉള്ളതാണെങ്കിൽ പ്രോപ്പറായിട്ട് വർക്ക് ആവത്തുമില്ല. അതിന് പകരമായിട്ട് ഫോട്ടോൺ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ബട്ട് ഒരു പ്രശ്നമുണ്ട്, ഇതൊരു പെയ്ഡ് ആപ്പാണ്. ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. 399 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ വെർത്ത് ആയിട്ടുള്ളൊരു ആപ്പാണ്. നിങ്ങൾക്ക് ഫോട്ടോൺ ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. നമുക്ക് ഓട്ടോ മോഡും ഉണ്ട്, അതുപോലെ തന്നെ മാനുവൽ മോഡും ഉണ്ട്. മാനുവൽ മോഡ് എന്ന് പറയുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് നമ്മുടെ ഫോക്കസ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ അലൈൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഷട്ടർ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ISO അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് ബാലൻസും അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു നല്ല സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു സൗണ്ട് ഉണ്ട്. ഈ ആപ്പിൻ്റെ ഏറ്റവും വലിയൊരു മികവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് JPEG-ലും RAW ഫോർമാറ്റിലും ഫോട്ടോസ് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഐഫോണിൻ്റെ ക്യാമറയുടെ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. സോ നിങ്ങൾക്കൊരു 399 രൂപ ട്രൈ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. മസ്റ്റ് ട്രൈ. അടുത്ത ആപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ക്രീൻഷോട്ട് എടുത്തു, ഓക്കെ, എന്നിട്ട് ആ സ്ക്രീൻഷോട്ടിൻ്റെ അകത്തുള്ള ഒരു സ്പെസിഫിക് പാർട്ട് മാത്രം നിങ്ങൾക്ക് കട്ട് ചെയ്യണം. എന്നിട്ട് ആ മേളിലത്തെയും താഴത്തെയും ഭാഗവും കൂടി ഒരുമിച്ചാക്കണം. അതായത് എന്തെങ്കിലും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ആളുകൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ വഴിയുണ്ട്, സ്പ്ലിറ്റ് ക്രോപ്പ്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ഭാഗം, ഫോർ എക്സാമ്പിൾ ഇത്രയും നീളമുള്ള ഒരു സ്ക്രീൻഷോട്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഒരു ആപ്പിളിൻ്റെ ലോഗോ ഇരിക്കുന്ന ഭാഗമില്ലേ, ഇത് മാത്രം നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്ത് കളഞ്ഞാൽ ഈ മേളിലത്തെയും താഴത്തെയും ഭാഗം ഒന്നായിരിക്കും. സിമ്പിൾ. ഇത് എങ്ങനെ യൂസ്ഫുൾ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചാറ്റിൻ്റെ ഒരു ഭാഗം കളയണം, ആരും അറിയാതെ എന്തെങ്കിലും ഒരു സാധനം കളയണം, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കളയണം, എന്തും ആവാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് പല രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ യൂട്ടിലൈസ് ചെയ്യാം. ആൻഡ് ഫ്രീ ആപ്പാണ്. iOS-ൽ മസ്റ്റ് ഡൗൺലോഡഡ് ആപ്പ്. പിന്നെ ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഒരു 2-3 മണിക്കൂർ നിങ്ങൾക്ക് ഇതിനകത്ത് കുത്തിയിരിക്കാനുള്ള സാധനങ്ങളുണ്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ ഫോട്ടോ ഇടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഞാൻ നേരിടുന്നത് എവിടെയാണെന്ന് അറിയാമോ? നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ എടുത്താൽ അറിയാൻ പറ്റും. ഞാൻ ഒന്നിനും ക്യാപ്ഷൻ ഇട്ടിട്ടില്ല. ബിക്കോസ് എനിക്ക് ക്യാപ്ഷൻ ഇടാൻ അറിഞ്ഞുകൂടാ. എല്ലാത്തിനും ഓരോ സ്മൈലിയും തൊഴുന്നതും ഓരോ ഹാർട്ടൊക്കെ കൊടുത്തിട്ടുള്ളൂ. അതിന് പകരം ക്യാപ്ഷൻ AI എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ഒരു AI ബേസ്ഡ് ആപ്പാണ്. ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ഇമേജും ടേക്ക് ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ ഉണ്ടാവും. ഒരു ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എന്ത് തരം ക്യാപ്ഷനാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റും. മോട്ടിവേഷൻ ആണോ, ആനിമൽ ബേസ്ഡ് ആണോ, പീപ്പിൾ ബേസ്ഡ് ആണോ, നേച്ചർ ബേസ്ഡ് ആണോ, ഏതെങ്കിലും ഒന്ന് കൊടുത്തതിന് ശേഷം ജനറേറ്റ് ക്യാപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ ഒരു പിക്കിനെ അനലൈസ് ചെയ്തതിന് ശേഷം എനിക്ക് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ, ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞിട്ട് കുറേ ക്യാപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ക്യാപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് കോപ്പി ചെയ്യാം, ജസ്റ്റ് പേസ്റ്റ് ചെയ്യാം, സിമ്പിൾ. പിന്നെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇതൊക്കെയാണ് ആപ്പ് എന്ന് പറയുന്നവരുടെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, iOS-ൽ ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നത് തന്നെ മഹാഭാഗ്യം. വേണമെങ്കിൽ എടുത്തിട്ട് പോകും. അടുത്തൊരു വാൾപേപ്പർ ആപ്ലിക്കേഷനാണ്. ഐഫോണിൽ വാൾപേപ്പർ ആപ്ലിക്കേഷന് ഭയങ്കര ക്ഷാമമാണ്. ഒന്നിൽ വാൾപേപ്പർ ആപ്ലിക്കേഷൻ്റെ അകത്ത് മുഴുവൻ ആഡ് ആയിരിക്കും, ഇല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല, ഇല്ലെങ്കിൽ പഴയ കളക്ഷൻസ് ആയിരിക്കും.
വാൾ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് AI ബേസ് ചെയ്തിട്ടുള്ളതും അതുമാത്രമല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ കളക്ഷൻ വാൾപേപ്പേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട വാൾപേപ്പർ എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓരോ കാറ്റഗറീസും കൊടുത്തിട്ടുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് സ്ക്രീനിൽ ടാപ്പ് ചെയ്യുമ്പോൾ ലോക്ക് സ്ക്രീനിൽ ആ ടൈമൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ലുക്ക് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഡെമോ കാണാൻ പറ്റും. ഇങ്ങനെ ഡെമോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണും. ആ ഡൗൺലോഡ് ബട്ടൺ കൊടുക്കുക. ഡൗൺലോഡ് ബട്ടൺ അമർത്തപ്പോൾ മാത്രം ഒരു അഡ്വർടൈസ്മെൻറ്റ് വരും. അല്ലാതെ നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസിനെ മോശമാക്കുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു വാൾപേപ്പർ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഐഫോണിൽ നോക്കി നടക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ. ഫൈനലായിട്ടുള്ള നമ്മുടെ ആപ്പ് ഒരു ബോണസ് ആപ്പാണ് സൗണ്ട് ലിങ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഉപയോഗപ്പെടാം, ചിലർക്ക് ഉപയോഗപ്പെടാതിരിക്കാം. ഇതെങ്ങനെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാവേ. അതായത് നിങ്ങൾ ചിലപ്പോൾ ഐഫോണിൻ്റെ അകത്ത് ആപ്പിൾ മ്യൂസിക് ആയിരിക്കും ഉപയോഗിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ആപ്പിൾ മ്യൂസിക്കിലുള്ള ഒരു മ്യൂസിക് അതിൻ്റെ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാരനെ അയച്ചു കൊടുക്കണം. പക്ഷേ എന്താണ്, നിങ്ങളുടെ കൂട്ടുകാരൻ ആൻഡ്രോയിഡ് ആണ് ഉപയോഗിക്കുന്നത്. കൂട്ടുകാരൻ ഉപയോഗിക്കുന്ന ആപ്പ് ഏതാണ്? സ്പോട്ടിഫൈ ആണ്. നിങ്ങൾ സ്പോട്ടിഫൈ ഉപയോഗിക്കുന്നുമില്ല. ജസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആപ്പിൾ മ്യൂസിക്കിലേക്ക് പോവുക. എന്നിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു പാട്ടില്ലേ അതിനൊന്ന് ലിങ്ക് ഷെയർ ചെയ്യുക. ഷെയർ ബട്ടൺ അമർത്തുന്ന സമയത്ത് താഴെയായിട്ട് നമുക്ക് ഈ ഒരു സൗണ്ട് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ മോറിൽ പോയിട്ട് സൗണ്ട് ലിങ്ക് സെലക്ട് ചെയ്താൽ മതി. സെലക്ട് ചെയ്യുമ്പോൾ സൗണ്ട് ലിങ്ക് ഓട്ടോമാറ്റിക്കലി സ്പോട്ടിഫൈ, യൂട്യൂബ്, ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ ഈ പാട്ട് അവൈലബിൾ ആണോ അതെല്ലാം ഗ്രാബ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓരോ കാറ്റഗറി ആയിട്ട് തരും. അതിനകത്ത് യൂട്യൂബിൻ്റെ ലിങ്കാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് എടുത്ത് നിങ്ങളുടെ കൂട്ടുകാരനെ ഷെയർ ചെയ്യുക. അതിനകത്ത് സ്പോട്ടിഫൈയുടെ ലിങ്കാണ് ഷെയർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സ്പോട്ടിഫൈ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് എടുത്ത് കൂട്ടുകാരനെ ഷെയർ ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്കൊരു മെസ്സ് ഒഴിവാക്കാൻ പറ്റും. അതുമാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങളുടെ പ്ലേലിസ്റ്റും അതുപോലെ തന്നെ ഫേവറേറ്റ് സോങ്സ് ഒക്കെ അയച്ചു കൊടുത്ത് ഷൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഐഫോണിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഡൗൺലോഡ് ചെയ്തിരിക്കേണ്ട ആപ്ലിക്കേഷൻസ്. ഈ ഒരു iOS ആപ്പ് സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ഇടാം. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുകൊണ്ടുവന്നായിരിക്കും. ബൈ, ലവ് യു ഗൈസ്.